അതെ ഗൈസ്, ഇത്രയും നാളും നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന 5G അൺലിമിറ്റഡ് 5G തീരാൻ പോവുകയാണ്. ഇനി നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് 5G ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ന്യൂസ് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാകും. ഇത് ഒരിക്കലും ഒരു ഒഫീഷ്യൽ ന്യൂസ് അല്ല, ഇത് കുറച്ച് പ്രെഡിക്ഷൻസ് മാത്രമാണ്. അത് ഏറെക്കുറെ പോസിബിൾ ആവാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഒഫീഷ്യലി അവരാരും പറഞ്ഞിട്ടില്ലെങ്കിലും പൈസ കൊടുത്ത് റീചാർജ് ചെയ്യേണ്ടതായിട്ട് ഉടനെ തന്നെ വരും. ഗൈസ്, നിങ്ങൾ ആരൊക്കെയാണ് 5G യൂസ് ചെയ്യുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ നമ്മൾ 4G യൂസ് ചെയ്തതിനെക്കാട്ടി ഒരു 5-10% കൂടുതൽ പൈസ കൊടുത്ത് വേണം നമ്മൾ 5G റീചാർജ് ചെയ്യാൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ 5G പ്ലാൻസ് ഒക്കെ അവൈലബിൾ ആവുന്നത് കൂടി തന്നെ 4G പ്ലാൻസിൻ്റെ പ്രൈസും കൂടാനുള്ള ചാൻസ് വളരെ അധികമാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്രയും നാൾ 5G കണ്ടമാനം ഉപയോഗിച്ചിട്ട് ഇനി 4G ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യവും. ഇത്രയും നാൾ ഫ്രീ ആയിട്ട് തന്നിട്ട് അതിൻ്റെ ആ ഒരു സുഖം പറ്റിയ പിന്നെ ആര് 4G ഉപയോഗിക്കാൻ നിൽക്കില്ല, അവർക്കത് പറ്റില്ല. അതേപോലെ തന്നെ 5G ഇല്ലാതെ നമുക്കിനി പിടിച്ചിരിക്കാനും പറ്റില്ല. കാരണം ഇത്രയും നാൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആപ്ലിക്കേഷൻസും ഇനി വരാനിരിക്കുന്ന ആപ്ലിക്കേഷൻസും ഫയലും സോഫ്റ്റ്വെയർ എല്ലാം ഫയൽ കൂടിയേ വരൂ, ഒരിക്കലും കുറഞ്ഞു വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 5G ഒരു നീഡഡ് ആയിട്ട് വരും, നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമായി മാറും. എന്തായാലും ഉടനെ അല്ല, 2024 ഒരു പാതി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിൻ്റെ പ്ലാൻസ് 5Gയുടെ പ്ലാൻസ് ഒക്കെ അവൈലബിൾ ആവുന്നതാണ് അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ട്. മേ ബി കുറച്ചുകൂടെ ലേറ്റ് ആവാം, അല്ലെങ്കിൽ അതിനെക്കാട്ടി മുന്നേ ആവാം. നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു ന്യൂസ് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ 5G കണ്ടമാനം ഉപയോഗിച്ച് ആർമാദിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സിന് വേണ്ടി ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കിളി ബ്രോ സൈനിങ് ഔട്ട്.